ഇന്ത്യയിൽ വിമാനയാത്രക്കാരുടെ എണ്ണം ഓരോ വർഷവും കുത്തനെ കൂടുകയാണ്. കഴിഞ്ഞ വർഷം 15 കോടി യാത്രക്കാരുണ്ടായിരുന്നു. ഇക്കൊല്ലം അത് 20 കോടി കടക്കുമെന്ന് പറയുന്നു. പുതിയ വിമാനത്താവളങ്ങൾ വരുന്നുണ്ട്, പഴയത് നവീകരിക്കുന്നുമുണ്ട്. ഇതെല്ലാം ശരിയാണ്. പക്ഷേ വിമാന സർവീസ് നടത്തുന്ന കമ്പനികൾ പൂട്ടിക്കൊണ്ടേയിരിക്കുന്നു. കഴിഞ്ഞ 5 കൊല്ലത്തിനിടെ 7 വിമാന കമ്പനികൾ പൂട്ടിയെന്ന് കഴിഞ്ഞ ജൂലൈയിൽ ലോക്സഭയിൽ വ്യോമയാന വകുപ്പ് സഹമന്ത്രി VK സിംഗ് വ്യക്തമാക്കി. 2019 ജെറ്റ് എയർവേസ് അടക്കം 2 എണ്ണം പൂട്ടി. 2020 ഡക്കാൻ ചാർട്ടർ പ്രൈവറ്റ് ലിമിറ്റഡ് നിലച്ചു. 2022 എയർ ഒഡീഷ ഏവിയേഷനും ഹെറിറ്റേജ് ഏവിയേഷനും ഗ്രൗണ്ട് ചെയ്തു. നിലവിൽ 5 പ്രധാന വിമാന കമ്പനികളാണ് ഇന്ത്യയിൽ സർവീസ് നടത്തുന്നത്. ഇൻഡിഗോ, എയർ ഇന്ത്യ, വിസ്താര, സ്പൈസ് ജെറ്റ്, ആകാശ് എയർ എന്നിവയാണിവ. ഇതിൽ ഇൻഡിഗോ മാത്രമാണ് അല്പമെങ്കിലും ലാഭത്തിലുള്ളത്. അറ്റകുറ്റപ്പണി നടത്താനാകാത്തതും പുതിയ എഞ്ചിൻ കിട്ടാത്തതും മുതൽ ഏവിയേഷൻ ഫ്യൂവലിൻ്റെ വിലക്കയറ്റവും അടിസ്ഥാന സൗകര്യക്കുറവും പരിചയസമ്പന്നരായ പൈലറ്റുമാരുടെയും ക്യാബിൻ ക്രൂ അംഗങ്ങളുടെയും എണ്ണക്കുറവും എല്ലാം നഷ്ടത്തിനും പൂട്ടലിനും കാരണമായി നിരത്തുന്നുണ്ട്. എന്നാൽ നിർമ്മാണ കമ്പനി എഞ്ചിൻ നൽകാത്തത് മൂലം ഉപേക്ഷിച്ച വിമാനങ്ങൾ ഇന്ത്യയിലെ വിവിധ വിമാനത്താവളങ്ങളിലുണ്ട്. അമേരിക്ക ആസ്ഥാനമായുള്ള പ്രാറ്റ് ആൻഡ് വിറ്റ്നി എന്ന ലോകപ്രശസ്ത കമ്പനി എഞ്ചിൻ സമയത്ത് നൽകാത്തത് മൂലം ഇന്ത്യയിൽ 140 വിമാനങ്ങൾ നിശ്ചലമായി കിടപ്പുണ്ടത്രേ. കേരളത്തിലെ വിമാനത്താവളങ്ങളിൽ തന്നെ 8 എണ്ണം ഇത്തരത്തിലുണ്ടെന്ന് പറയുന്നു. ഇന്ത്യയുടെ ആവശ്യം കണക്കിലെടുത്ത് ബാംഗ്ലൂരിൽ കമ്പനി ഒരു പുതിയ യൂണിറ്റ് തുടങ്ങുമെന്ന് അടുത്തിടെ പ്രഖ്യാപിച്ചു. അതൊരു വശം. അതേസമയം ലോകത്തെ ഏറ്റവും വലിയ വ്യോമയാന വിപണിയായി വളരുന്ന ഇന്ത്യയിൽ വിമാനയാത്രക്കാർ അടിക്കടി പ്രതിസന്ധികളുടെ എയർപോക്കറ്റിൽ വീഴുന്നത് തുടരുകയാണ്. ഒരു മാസം മുമ്പാണ് ടാറ്റയുടെ വിസ്താര എയർലൈൻസിൽ മിന്നൽ പണിമുടക്കുണ്ടായത്. സിക്ക് ലീവ് എന്ന കൂട്ട രോഗാവധി എടുത്ത് പൈലറ്റുമാർ മുങ്ങി. യാത്രക്കാരെ ആകെ വലച്ച ആ സംഭവത്തിൽ കേന്ദ്ര വ്യോമയാന മന്ത്രാലയം വിസ്താരയോട് വിശദീകരണം തേടി ആഴ്ചകൾ പിന്നിടും മുമ്പാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ എയർ ഇന്ത്യ എക്സ്പ്രസ്സിലെ കൂട്ടസമരം. അവിടെയും കൂട്ടരോഗമായിരുന്നു കാരണം. പൈലറ്റുമാരും ഒപ്പം ക്യാബിൻ ക്രൂ അംഗങ്ങളും കൂട്ട അവധിയെടുത്ത് മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്ത് ടാറ്റയെ വെല്ലുവിളിച്ചു. 200ഓളം സർവീസുകൾ 2 ദിവസങ്ങളായി ടാറ്റ റദ്ദാക്കിയപ്പോൾ വലഞ്ഞത് ആയിരക്കണക്കിന് ജനങ്ങളാണ്. ഈ പ്രശ്നങ്ങളെല്ലാം 2021 ടാറ്റ എയർ ഇന്ത്യ ഏറ്റെടുക്കുന്നതോടെ ആരംഭിച്ചതാണ്. 70 വർഷമായി ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥതയിലുള്ളതായിരുന്നു എയർ ഇന്ത്യ. അതിൻ്റെ സബ്സിഡിയറി സ്ഥാപനമാണ് എയർ ഇന്ത്യ എക്സ്പ്രസ്. ഇതിനു പുറമെ വിസ്താര, എയർ ഏഷ്യ എന്നീ വിമാന കമ്പനികളും ടാറ്റയുടേതായുണ്ട്. ഏറ്റെടുത്തവയ്ക്ക് പുറമെ ഈ 2 വിമാന കമ്പനികളും കൂടി ഒന്നിപ്പിച്ച് ഒരു കുടക്കീഴിൽ പ്രവർത്തനം നടത്തുമെന്ന് ടാറ്റ പ്രഖ്യാപിച്ചതോടെയാണ് ടാറ്റയുടെ വിമാനങ്ങൾ ആടി ഉലയാൻ തുടങ്ങിയത്. 2023 കമ്പനികൾ ഒന്നാകുമെന്ന് ടാറ്റ പ്രഖ്യാപിച്ചെങ്കിലും അത് നടന്നില്ല. ഇനി 2025 ലയനം പൂർത്തിയാക്കും വിധം മുന്നോട്ട് പോവുകയാണെന്ന് ടാറ്റ പറയുന്നുണ്ട്. ടാറ്റ ഏറ്റെടുത്തപ്പോൾ മുതൽ ജീവനക്കാരോട് സമഭാവനയോടല്ല കമ്പനി പെരുമാറുന്നതെന്നാണ് എയർ ഇന്ത്യ എംപ്ലോയീസ് യൂണിയൻ്റെ ആരോപണം. നേരത്തെ 5 സ്റ്റാർ ഹോട്ടലിലോ 4 സ്റ്റാർ ഹോട്ടലിലോ ക്യാബിൻ ക്രൂ അംഗത്തിന് ഒരാൾക്ക് 1 മുറി വീതം അനുവദിച്ചിരുന്നു. ഇപ്പോൾ 1 മുറി 2 ആൾ പങ്കുവയ്ക്കണം. ജീവനക്കാരുടെ പെർഫോമൻസ് അടിസ്ഥാനമാക്കി അലവൻസ് അനുവദിക്കുന്നതിനുള്ള മാനദണ്ഡം ടാറ്റ കൊണ്ടുവന്നതോടെ മൊത്തത്തിൽ ശമ്പളത്തിൽ വലിയ കുറവ് വന്നു. ഇതുവരെ പരിചയസമ്പന്നത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു അലവൻസ് എങ്കിൽ നെറ്റ് പ്രൊമോട്ടർ സ്കോർ എന്ന പുതിയ മാനദണ്ഡം ടാറ്റ ആവിഷ്കരിച്ചു. ഒരാൾ ടിക്കറ്റ് എടുക്കുന്നത് മുതൽ വിമാനത്തിൽ നിന്ന് ഇറങ്ങുന്നത് വരെ വിവിധ ഘട്ടങ്ങളിൽ രേഖപ്പെടുത്തുന്ന തൃപ്തിയും അതൃപ്തിയും അടിസ്ഥാനമാക്കിയാണ് സ്കോർ. ഇതുമൂലം ഏറ്റവും ജൂനിയറായ ക്യാബിൻ ക്രൂ അംഗത്തിന് വലിയ ശമ്പളം കിട്ടുമെന്നായി. ഇക്കാര്യമെല്ലാം ചൂണ്ടിക്കാട്ടി BMS നേതൃത്വം നൽകുന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് എംപ്ലോയീസ് യൂണിയൻ ടാറ്റ സൺസ് ചെയർമാൻ N ചന്ദ്രശേഖറിന് ഏപ്രിലിൽ കത്തയച്ചിരുന്നു. യൂണിയനെ ടാറ്റ അംഗീകരിച്ചിട്ടില്ല, അതുകൊണ്ട് മറുപടിയും കൊടുത്തില്ല. തുടർന്നാണ് സിക്ക് ലീവ് രോഗബാധയുണ്ടായതും ആയിരക്കണക്കിന് ജനങ്ങൾ വഴിയാധാരമായതും. 1932 ടാറ്റ സ്ഥാപിച്ചതാണ് എയർ ഇന്ത്യ. 20 വർഷത്തിനിടെ തുടർന്നുള്ള 20 വർഷത്തിനിടെ എയർ ഇന്ത്യയുടെ അഭിമാന വിമാന കമ്പനി എന്ന നിലയിലേക്ക് രാജ്യാന്തര തലത്തിൽ എയർ ഇന്ത്യ സ്ഥാനം നേടി. പിന്നാലെ 1953 സർക്കാർ ഇത് ദേശസാൽക്കരിച്ചു. തുടർന്ന് 70 വർഷമായി താഴേക്ക് പറന്നുകൊണ്ടിരിക്കുകയായിരുന്നു എയർ ഇന്ത്യ. ഒടുവിൽ മൂക്കിടിച്ച് നിന്നു. സർക്കാരിന് തന്നെ ബാധ്യതയായപ്പോഴാണ് വിറ്റൊഴിയാൻ തീരുമാനിച്ചത്. ഏറെക്കാലം എയർ ഇന്ത്യ സ്വകാര്യവൽക്കരണത്തിന് വെച്ചെങ്കിലും ആരും വാങ്ങാൻ എത്തിയില്ല. യൂണിയനുകളുടെ എതിർപ്പായിരുന്നു പ്രധാന കാരണം. 2021
ഒടുവിൽ ടാറ്റ അത് ഏറ്റെടുത്തു. തിരിച്ചെത്തിയ കമ്പനി എങ്ങനെ നടത്തണമെന്ന് ആരും പഠിപ്പിക്കേണ്ട എന്നതാണ് ടാറ്റയുടെ നിലപാട്. സർക്കാർ ജീവനക്കാരായി ആരെയും വേണ്ട എന്ന് തന്നെയാണ് ടാറ്റയുടെ മനസ്സിലിരിപ്പും. എയർ ഇന്ത്യക്കായി പുതിയ ജീവനക്കാരെ ടാറ്റ റിക്രൂട്ട് ചെയ്ത് നിയമിച്ചതോടെ നിലവിലുള്ളവരുമായി അടിക്കടി ഉരസൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ പ്രതിഫലനം കൂടിയാണ് സമരത്തിൽ കണ്ടത്. പ്രശ്നങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും വികസനത്തിൻ്റെ വൻ പദ്ധതിയുമായി മുന്നോട്ട് നീങ്ങുകയാണ് ടാറ്റ. എയർ ഇന്ത്യക്ക് വേണ്ടി ടാറ്റ ഓർഡർ ചെയ്തത് 470 വിമാനങ്ങളാണ്. ഇതിൻ്റെ ആദ്യ ബാച്ച് വൈകാതെ എത്തുമെന്ന് കരുതുന്നു. എയർബസിൻ്റെ 250ഉം ബോയിങ്ങിൻ്റെ 220 വിമാനങ്ങൾക്കാണ് ഓർഡർ നൽകിയിട്ടുള്ളത്. ഈ ഒറ്റ ഓർഡർ തന്നെ ഇന്ത്യയുടെ വ്യോമയാന മേഖലയുടെ കരുത്തിനെപ്പറ്റി ആഗോളതലത്തിൽ ചർച്ച ചെയ്യാൻ കാരണമായി. അമേരിക്കൻ, ഫ്രഞ്ച് പ്രസിഡന്റുമാരും ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയും ഈ കരാറിനെ പരസ്യമായി പ്രശംസിച്ചു. അമേരിക്കയിൽ 10 ലക്ഷം പുതിയ തൊഴിലവസരം സൃഷ്ടിക്കുന്നതാണ് കരാറെന്ന് പ്രസിഡന്റ് ബൈഡൻ ആഹ്ലാദത്തോടെ പറഞ്ഞു. ഇങ്ങനെ ഇന്ത്യ ഒരു പുതിയ കുതിപ്പിന് ഒരുങ്ങി നിൽക്കുമ്പോഴാണ് അപ്രതീക്ഷിത സമരം ആകെ അസ്വസ്ഥത സൃഷ്ടിച്ചത്. പക്ഷേ സുരക്ഷിതമായ ടേക്ക് ഓഫും ലാൻഡിങ്ങും ഉള്ള യാത്ര തന്നെയാണ് വരാനിരിക്കുന്നതെന്ന് ടാറ്റ ഉറപ്പിച്ചു പറയുന്നു.